ഹലോ, വെൽക്കം ടു ഫുഡി മിഷി. ഞാൻ ഇവിടെ കുറച്ച് കോവക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, അതേമാതിരി നോക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു കറി ഉണ്ടാക്കിയെടുക്കാം, നല്ലൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അധികം കറിയില്ലാണ്ട് ഇതൊക്കെ ഇപ്പോൾ എളുപ്പം നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല മഴക്കാലമാകുമ്പോൾ നല്ലോണം ഉണ്ടാവും. ഇത് നിലക്കടല, പീനട്ട്, ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത് പൊടിച്ചെടുക്കാം. പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നല്ലോണം വറന്നു അപ്പോൾ പൊടിച്ചെടുക്കാൻ എളുപ്പം പറ്റും. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. പാനെടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കടുക് എടുക്കാം. നല്ല ചൂടായ എണ്ണയാകുമ്പോൾ കടുക് വേറെ പൊട്ടിട്ട് ഇത് കുറച്ച് ചെറിയ വലിയ ഉള്ളിൽ അതെടുക്കട്ടെ. സവാള ഇത് ചെറിയ കഷ്ണം ഒഴിച്ച് അപ്പോൾ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ടേക്കാം. ടീസ്പൂൺ കാശ്മീരി മുളകാണ്, ഒരു ടീസ്പൂൺ ഇട്ടേക്കാം. അധികം ഇടേണ്ട ആവശ്യമില്ല. ഇതൊന്ന് അപ്പോൾ അതൊക്കെ മുത്തുവന്ന് കുറച്ച് മഞ്ഞൾ ഇട്ടേക്കാം. നമ്മൾ വെച്ച് കോവക്ക ഇതിൽ വെള്ളം ഒന്നും വെച്ചേക്കണ്ട. ഇതിൽ തന്നെ വെള്ളം അങ്ങനെ വെന്ത് കൊടുക്കും. മൂടി വെച്ചേക്കാം. ഇതിനൊരു ചെറിയ തീ വെച്ചേക്കാം. അപ്പോൾ അതങ്ങനെ വേണം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് വെക്കാം. ഉപ്പിട്ട് വെച്ചിട്ട് അത് ചെറിയ തീ വെച്ചിട്ട് മൂടി വെക്കാം. കോവക്ക വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് തുറന്ന് വെക്കാം. ഇങ്ങനെ അടച്ചാടെ മൂടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ അതങ്ങ് വെന്തോളും. ഞാൻ അതിലൊരു തുള്ളി പോലെ വെള്ളം ചേർത്തിട്ടില്ല. വേവാൻ കുറച്ച് സമയം എടുക്കും. സാധാരണ നമ്മളെ പയർ ഒന്നും വേവുന്ന പോലെ വെന്ത് കിട്ടില്ല. ഉണ്ടാവും, ബീൻസ് എല്ലാം വേവുന്ന പോലെ വെന്ത് കിട്ടില്ല. അതിലൊരു തുള്ളി പോലെ വെള്ളം ചേർക്കാനുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിൽ നമുക്ക് ഈ വറുത്ത് വെച്ച പീനട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ചെടുത്താണ്. ഇതിനോട് ഇട്ടിട്ട് നല്ലോണം ചേർത്തെടുക്കുക. കുറച്ച് സമയമൊന്ന് മൂടി കൊടുത്താൽ മതി. അതേപോലെ തന്നെ തീ ചെറുതാക്കി വെച്ച് മൂടി വെക്കണേ. അപ്പോൾ കോവക്ക തയ്യാറായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കോവക്ക ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഗ്രേവി ഉണ്ട്. കണ്ടോ, ചപ്പാത്തിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കുക, ചോറിൻ്റെ കൂടെ കഴിക്കുക. സൈഡാക്കിയിട്ട് ഒരു ചെറിയൊരു പരിപ്പ് കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് സൈഡാക്കിയാൽ മതി. ഉണ്ടാകും. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ. ഒന്ന് ലൈക്ക് ചെയ്യുക, അപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. തീർച്ചയായും എന്തായാലും ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം. ഇഷ്ടപ്പെടും അപ്പോൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.